എൻ വാസുവിൻ്റെ ജാമ്യാപേക്ഷയിൽ കോടതി എടുക്കാൻ പോകുന്ന നടപടികളെക്കുറിച്ചുമൊക്കെ പറയാൻ അരുൺ രാജ് ചേരുന്നു. പറയൂ അരുൺ രാജ്. കൊല്ലം വിജിലൻസ് കോടതിയിൽ നിർണായകമായ ഒരു ദിവസമാണ്. പ്രത്യേകിച്ച് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അതിലെ പ്രധാന പ്രതിയെന്ന നേരത്തെ തന്നെ പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ച എൻ വാസുവിന്റെ ജാമ്യാപേക്ഷയിൽ കോടതി ഇന്ന് വിധി പറയുകയാണ്. നേരത്തെ ഈ കേസ് ജാമ്യ ഹർജിയുമായി ബന്ധപ്പെട്ട വാദം പൂർത്തിയാക്കുന്നതിനിടയിൽ തന്നെ പ്രോസിക്യൂഷൻ പറഞ്ഞത് ഈ കേസിൽ ഒരു ഫോർവേഡിംഗ് നോട്ടാണ് എൻ വാസുവിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. അത് റെക്കമെൻഡേഷൻ ലെറ്ററായി തന്നെ അത് വ്യാഖ്യാനിക്കപ്പെടാം എന്നുള്ളതായിരുന്നു. പക്ഷേ ഇക്കാര്യത്തിൽ ഉദ്യോഗസ്ഥനപ്പുറം താൻ ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു കാര്യങ്ങളിലും ഇടപെട്ടിട്ടില്ല. താൻ അറിയാതെയാണ് ഈ സ്വർണ്ണക്കൊള്ള നടന്നിരിക്കുന്നത്. തന്റെ അറിവോ സമ്മതമോ ഇക്കാര്യത്തിൽ ഇല്ല. താൻ ഇക്കാര്യത്തിൽ നിരപരാധിയാണ്. തനിക്കറിയാവുന്ന കാര്യങ്ങൾ അന്വേഷണ സംഘത്തോട് പറഞ്ഞതാണ്. അന്വേഷണത്തോട് താൻ സഹകരിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ തനിക്ക് ജാമ്യം വേണമെന്ന ആവശ്യമായിരുന്നു എൻ വാസു കോടതിക്ക് മുമ്പാകെ വെച്ചത്. എന്തായാലും കോടതി വിശദമായ വാദം കേട്ട ശേഷമാണ് ഇന്ന് വിധി പറയാനായി ഈ കേസ് ഇപ്പോൾ മാറ്റിവെച്ചിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ കോടതി ഈ കേസ് പരിഗണനയ്ക്കെടുക്കും. ഈ കേസിൽ വിധി തുടക്കത്തിൽ തന്നെ ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒപ്പം ഈ റിമാൻഡ് എക്സ്റ്റൻഷൻ കൂടിയുണ്ട്. കാരണം പത്മകുമാറിന്റെ റിമാൻഡ് കാലാവധി അവസാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എ പത്മകുമാറിനെ ഇവിടേക്ക് കൊണ്ടുവരും. അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവന്ന റിമാൻഡ് എക്സ്റ്റൻഷൻ കൂടി നടത്തുന്ന പ്രൊസീജിയർ ഉണ്ട്. അതേസമയം തന്നെ ഈ കേസിലെ മറ്റൊരു പ്രതിയായ സുധീഷ് കുമാറിനെ നേരിട്ട് ഇന്ന് കോടതിയിൽ ഹാജരാക്കില്ല. പകരം സുധീഷ് കുമാറിന്റെ ജാമ്യാപേക്ഷയിൽ വിശദമായ വാദം കേൾക്കാനും കൊല്ലം വിജിലൻസ് കോടതി തീരുമാനമെടുത്തിട്ടുണ്ട്. നിർണായകമായ നീക്കം ഹൈക്കോടതിയിൽ നടക്കുന്നതിനാൽ ഒരു കടുപ്പിച്ചുള്ള നിലപാടിലേക്ക് പോകണമോ എന്നുള്ളത് കോടതിയുടെ മാത്രം വിവേചനാധികാരമാണ്. എന്തായാലും അല്പസമയത്തിനകം തന്നെ എൻ വാസുവിന്റെ ജാമ്യാപേക്ഷ സംബന്ധിച്ച് കോടതി തീർപ്പ് കൽപ്പിക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.